വാർത്താവലോകനത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. വരും വർഷത്തേക്കുള്ള തന്ത്രപരമായ അജണ്ട നിശ്ചയിക്കുന്ന സുസ്ഥിരതാ വർഷമായി പ്രസിഡന്റ് 2026 പ്രഖ്യാപിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത. ഈ പ്രഖ്യാപനത്തിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കാർഷിക പദ്ധതികൾക്കുമായി 50 ബില്യൺ ദിർഹം ഫണ്ട് ഉൾപ്പെടുത്തുകയും 2026 ജൂലൈ മുതൽ എല്ലാ പുതിയ ഫെഡറൽ കെട്ടിടങ്ങളും നെറ്റ് സീറോ എനർജി ആയിരിക്കണമെന്നും ഇത് അറിയിക്കുന്നു. പ്രസിഡൻസിക്ക് അപ്പുറം ഒരു ആഗോള നേതാവെന്ന നിലയിൽ യുടെ പാരമ്പര്യത്തെ ഉറപ്പിക്കുന്നതിനാണ് ഈ അഭിലാഷകരമായ റോഡ് മാപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ദുബായിയുടെ പുതിയ ടെർമിനൽ തുറക്കുന്നു. ഒരു മെഗാ ടെർമിനലിന്റെ പ്രവർത്തനക്ഷമമായ വിക്ഷേപണത്തോടെ ദുബായിൽ ആഗോള വ്യോമയാനത്തിനുള്ള ഒരു പുതിയ യുഗം ആരംഭിക്കുന്നതായി വാർത്തകൾ സൂചിപ്പിക്കുന്നു. ഉദ്ഘാടന സർവീസിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് എമിറേറ്റ്സ് A380 എത്തിയതോടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. പൂർണ്ണമായും ബയോമെട്രിക് ചെക്ക് ഇൻ, AI അധിഷ്ഠിത ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്നിവയാണ് ടെർമിനലിന്റെ സവിശേഷതകൾ. 2030 എല്ലാ പ്രവർത്തനങ്ങളും അൽ മക്തും സൈറ്റിലേക്ക് മാറ്റാനുള്ള ദുബായിയുടെ പദ്ധതിയുടെ കാതലായ സ്തംഭമാണിത്. മശരിക് ബാങ്കും ADIBയും ചരിത്രപരമായ ലയനം അന്തിമമാക്കുന്നതാണ് അടുത്ത സുപ്രധാന വാർത്ത. 2 വർഷത്തെ സംയോജന പ്രക്രിയയെ തുടർന്ന് ഒരു പുതിയ പ്രാദേശിക ബാങ്കിംഗ് ഭീമന്റെ സൃഷ്ടിയാണ് ഇതോടുകൂടി ജനിക്കുന്നത്. ലയിപ്പിച്ച സ്ഥാപനത്തിന് 800 ബില്യൺ ദിർഹത്തിൽ കൂടുതലുള്ള സംയോജിത ആസ്തികൾ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച നടന്ന ഒരു പ്രത്യേക അസംബ്ലിയിൽ 2 ബാങ്കുകളുടെയും ഓഹരി ഉടമകൾ അന്തിമ അനുപാതം അംഗീകരിച്ചു. ഇത് GCCയുടെ മത്സരാധിഷ്ഠിത ബാങ്കിംഗ് മേഖലയിൽ കൂടുതൽ ഏകീകരണത്തിന് കാരണമാകുമെന്ന് വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നു. മധ്യസ്ഥത തടവുകാരുടെ കൈമാറ്റം ഉറപ്പാക്കുന്നതാണ് അടുത്ത വാർത്ത. ഒരു പ്രധാന വിദേശ നയ വിജയത്തിൽ 2 രാജ്യങ്ങൾക്കിടയിൽ നയതന്ത്രജ്ഞർ ഒരു സൂക്ഷ്മമായ മാനുഷിക കരാർ ഒപ്പിട്ടു. അബുദാബി വിമാനത്താവളത്തിൽ നടന്ന കൈമാറ്റത്തിൽ ഇരുവശത്തു നിന്നും 50-ലധികം തടവുകാരാണ് പങ്കെടുത്തത്. ഏകദേശം 8 മാസമായി ഈ രഹസ്യ ബാക്ക് പാനൽ ചർച്ച തുടരുകയായിരുന്നു. വടക്കൻ എമിറേറ്റുകളിൽ കനത്ത മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായതാണ് കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാന വാർത്ത. കഠിനമായ കാലാവസ്ഥ യാത്രയെയും സേവനങ്ങളെയും തടസ്സപ്പെടുത്തി. റാസൽ ഖൈമയിലും ഫുജറയിലുമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കുടുങ്ങിപ്പോയ വാഹനമോടിക്കുന്നവർക്കായി അടിയന്തര സംഘങ്ങൾ 12-ലധികം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നിരവധി തടാകങ്ങൾ കവിഞ്ഞൊഴുകി. പർവ്വത പ്രദേശങ്ങളിലെ ചില കൃഷിയിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീനസ് മിഷൻ പ്രോബിന്റെ വിശദാംശങ്ങൾ ദേശീയ ബഹിരാകാശ ഏജൻസി വെളിപ്പെടുത്തിയതാണ് അടുത്ത പ്രധാന വാർത്ത. യുടെ ബഹിരാകാശ അഭിലാഷങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ അടുത്ത ഗ്രഹാന്തര ദൗത്യത്തിന്റെ അതിശയകരമായ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ പേടകം ഗ്രഹത്തിന്റെ ഭ്രമണ അന്തരീക്ഷത്തെയും റൺവേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെയും കുറിച്ച് പഠിക്കും. ജപ്പാനിലെയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയിലെയും പങ്കാളികളുമായി സഹകരിച്ചാണ് ഇത് വികസിപ്പിക്കുക. പേടകത്തിന്റെ പ്രധാന ശാസ്ത്ര ഉപകരണം ഏതൊക്കെയാണെന്ന് അറിയുന്നതിനായി വിദ്യാർത്ഥികൾക്കായി ഒരു രാജ്യവ്യാപക മത്സരവും ആരംഭിച്ചു. AI പ്രതിഭകൾക്കായി അംഗീകരിച്ച പുതിയ ഗോൾഡൻ റെസിഡൻസി സ്ട്രീമുകളാണ് യുടെ സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പുതിയ വാർത്ത. ആഗോള വൈദഗ്ധ്യത്തിനായിട്ടുള്ള മത്സരത്തിൽ വിജയിക്കുന്നതിനായി മികച്ച സാങ്കേതിക പ്രവർത്തനങ്ങൾക്ക് ചുവന്ന പരവതാനി വിരിക്കുന്നു. പുതിയ 10 വർഷത്തെ വിസകൾക്ക് സ്പോൺസർ ആവശ്യമില്ല. കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ജനറേറ്റീവ് AI, മെഷീൻ ലേണിംഗ് എന്നിവയിൽ തെളിയിക്കപ്പെട്ട പ്രോജക്റ്റുകളുള്ള PhD ഉടമകളെയും പ്രൊഫഷണലുകളെയും അവ പ്രത്യേകം ലക്ഷ്യം വെച്ചുള്ളതാണ്. 2031 ദേശീയ AI തന്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഈ നീക്കം നിർണായകമാണ്. 2025 റെക്കോർഡ് തകർക്കുന്ന ടൂറിസം കണക്കുകൾ പ്രഖ്യാപിച്ചതാണ് സാമ്പത്തിക രംഗത്തെ പുതിയ വാർത്ത. ടൂറിസം മേഖല മറ്റൊരു റെക്കോർഡ് തകർക്കുന്നു. എക്സ്പോയ്ക്ക് ശേഷമുള്ള അതിന്റെ ശ്രദ്ധേയമായ വീണ്ടെടുക്കലും വളർച്ചയും തുടരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 28 ദശലക്ഷം സന്ദർശകരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 15% വർധനമാണ് പ്രതിനിധീകരിക്കുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന എന്നിവയാണ് മുൻനിര സ്രോതസ് വിപണികൾ. ദീർഘകാല സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയത്. പരമ്പരാഗത വേനൽക്കാല മാന്ദ്യത്തിനപ്പുറം വർഷം മുഴുവനും നടന്ന മെഗാ ഈവന്റുകളും വൈവിധ്യമാർന്ന ടൂറിസം ഓഫറുകളും വിജയത്തിന് കാരണമായതായി സാമ്പത്തിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഷാർജയിൽ എല്ലാ വിപണികളിലും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചു. പ്ലാസ്റ്റിക് ബാഗുകളുടെ സമഗ്രമായ നിരോധനത്തോടെ ഷാർജ അതിൻ്റെ പരിസ്ഥിതി നയം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരും. ഈ നിയമം പാലിക്കാത്തതിന് ഇൻസ്പെക്ടർമാർ 500 ദിർഹം മുതൽ പിഴ ചുമത്തും. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ എമിറേറ്റ്സ് 2 ലക്ഷത്തിലധികം പുനരുപയോഗിക്കാവുന്ന ചണം, കോട്ടൺ ബദലുകൾ താമസക്കാർക്ക് വിതരണം ചെയ്തു.
2026 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിശാലമായ ഫെഡറൽ നയത്തിന് മുന്നോടിയായി പൂർണ്ണ ചില്ലറ വിൽപ്പന നിരോധനം നടപ്പിലാക്കുന്ന ആദ്യത്തെ എമിറേറ്റായി ഇത് ഷാർജയെ മാറ്റുന്നു. UAE ദേശീയ ഫുട്ബോൾ ടീം ഗൾഫ് കപ്പ് നേടിയതാണ് സുപ്രധാന വാർത്ത. രാജ്യം ഏറെക്കാലമായി കാത്തിരുന്ന ഫുട്ബോൾ വിജയം ആഘോഷിച്ചു. ഗൾഫ് കപ്പ് ട്രോഫി UAEയിലേക്ക് തിരികെ കൊണ്ടുവന്നു. 89-ാം മിനിറ്റിൽ ടൂർണമെന്റിലെ കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട വളർന്നുവരുന്ന താരം അബ്ദുള്ള അഹമ്മദാണ് വിജയ ഗോൾ നേടിയത്. ആയിരക്കണക്കിന് ആരാധകർ ഈ ആഘോഷത്തിൽ പങ്കുചേർന്നു. വാർത്താവലോകനം തുടരും. സൈനിങ് ഓഫ് സുനിൽ CS.